ജൂനിയർ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച ബെയിലിൻ ദാസ് ഇപ്പോഴും ഒളിവിൽ തന്നെ. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകാനാണ് പ്രതിയുടെ നീക്കം. സംഭവത്തിൽ സർക്കാർ ഇടപെട്ടിട്ട് പോലും ആരോപണ വിധേയനായ അഭിഭാഷകരെ കസ്റ്റഡിയിലെടുക്കാൻ ഇതുവരെ വഞ്ചിയൂർ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അമൽ തേനമ്പറമ്പിലുണ്ട് വിശദാംശങ്ങളുമായി. അമൽ, ഗുഡ് മോർണിംഗ്. ഈ അഭിഭാഷകനെ രക്ഷപ്പെടാൻ ബാർ അസോസിയേഷൻ അനുവദിച്ചു എന്ന ഒരു വലിയ ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഓഫീസിനുള്ളിൽ കയറി അഭിഭാഷകനെ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ തുടരുകയും ആ സമയം കൊണ്ട് ഈ ബെയിലിൻ ദാസ് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇതുവരെയും പോലീസിന് അറസ്റ്റ് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. എന്താണ് വിശദാംശങ്ങൾ, അമൽ? ഇപ്പോൾ സംഭവം നടന്നിട്ട് 2 ദിവസമാവുകയാണ്. പക്ഷേ ഇതുവരെയും പ്രതി എവിടെയെന്ന കാര്യത്തിൽ യാതൊരു വിവരവുമില്ല എന്നുള്ളതാണ് വസ്തുതമൂർത്തി. ഇനിയിപ്പോൾ ഈ പ്രതിയെ കണ്ടെത്താൻ പോലീസിന് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. ഈ സംഭവം നടന്നതിന് ശേഷം ഈ യുവതി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുന്നു. നേരെ ഇവിടെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തുന്നു. മാധ്യമങ്ങളിൽ ഇത് വാർത്തയാകുന്നു. ആ സമയം അത്രയും വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും നടന്നു പോയാൽ 100 മീറ്റർ മാത്രം ദൂരെയുള്ള ഒരു ഓഫീസിൽ ഈ പറയുന്ന ബെയിലിൻ ദാസ് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അവിടെ നിന്നും പോവുകയാണ് ചെയ്തത്. പിന്നീട് ഒരു ദിവസം കഴിയുമ്പോഴും ഫോണിൽ ഈ ആളെ ബന്ധപ്പെടാൻ കഴിയുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും പോലീസ് ആളെ കസ്റ്റഡിയിലെടുക്കാനുള്ള യാതൊരുവിധ നീക്കവും നടത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി അതുമാത്രമല്ല, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഈ യുവതിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുമ്പോഴും മന്ത്രി പി രാജീവ് അടക്കം എത്തി ഇന്നലെ അവരെ സന്ദർശിച്ച് അവർക്ക് എല്ലാ പിന്തുണയുമുണ്ട് എന്ന് പറഞ്ഞു പോകുമ്പോഴും പ്രത്യേകിച്ച് നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആർക്കാണ് ഈ ഒരു അഭിഭാഷകനെ സംരക്ഷിക്കാൻ ഇത്ര ഒരു നിർബന്ധം എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. മാത്രമല്ല, പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ആ കാര്യത്തിൽ മാത്രമല്ല വീഴ്ച ഉണ്ടായിട്ടുള്ളത്. ഈ FIR ഇട്ട സമയത്ത് പോലും എത്രത്തോളം ഗൗരവമുള്ള വകുപ്പുകൾ FIRൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. 126(2) BNSലെ ഒരു വകുപ്പ്. അത് എന്ന് പറയുന്നത് അന്യായമായി തടഞ്ഞു വെക്കൽ മാത്രമാണ്, ജാമ്യം കിട്ടാവുന്ന വകുപ്പാണ്. പിന്നെ ഒരു വകുപ്പ് BNS 74 അത് എന്ന് പറയുന്നത് മർദ്ദനമാണ്. പിന്നീട് ഒരു വകുപ്പ് കൂടി ഇട്ടിട്ടുണ്ട്, അത് 115(2) അത് എന്ന് പറയുന്നത് കരുതി കൂട്ടിയുള്ള മർദ്ദനം. ഈ 3 വകുപ്പുകൾ മാത്രമാണ് ഈ ബെയിലിൻ ദാസിനെതിരെ ചുമത്തിയിരിക്കുന്നത്. തൊഴിൽ സ്ഥലത്തെ അതിക്രമം പോലും അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അടക്കമുള്ള വിഷയത്തിൽ പോലീസിന് സ്വാഭാവികമായും മർദ്ദനം ഏറ്റ പാട് കുട്ടിയുടെ മുഖത്തുണ്ട്, യുവതിയുടെ മുഖത്തുണ്ട്. അത് കണ്ടാൽ പോലും ഇവർക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ്? അപ്പോൾ FIRൽ പോലും വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഭാഗം അഭിഭാഷകരടക്കം ഉന്നയിക്കുന്ന പെൺകുട്ടിയെ ഉപദ്രവിച്ചിരുന്നു എന്ന ഒരു മൊഴി കൂടി ഈ പെൺകുട്ടി പറയുന്നല്ലോ. ഇതുമായി ബന്ധപ്പെട്ട എന്താണ് വിശദാംശങ്ങൾ? അന്ന് ഈ ഉപദ്രവിക്കുന്ന സമയത്ത് പെൺകുട്ടി ചെറുത്തു നിൽക്കുകയോ പരാതിപ്പെടുകയോ മറ്റോ ചെയ്തിരുന്നോ? അന്ന് ഗൗരവമായൊരു വിഷയമായി ഈ പറയുന്ന യുവതി തന്നെ അതിനെ കണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അന്നത്തെ മർദ്ദനത്തിൻ്റെ കാര്യം പോലീസിൽ പരാതിപ്പെട്ടിട്ടില്ല. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം ഇപ്പോഴത്തെ ഈ പുതിയ പ്രശ്നം ഉണ്ടായതിനു ശേഷം പോലീസിൽ നൽകിയ മൊഴിയിലും ആ കാര്യങ്ങളൊന്നും പറയുന്നില്ല. FIRൽ ഇവർ നൽകിയ മൊഴി കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അത് പക്ഷേ ഈ കേസിൻ്റെ സംഗ്രഹത്തിൽ നേരത്തെ ഒരു മർദ്ദനം ഉണ്ടായതായുള്ള കാര്യങ്ങളൊന്നും അന്ന് പോലീസിനോട് പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയാണ് ഇവർ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അതും അന്നൊരു ഗൗരവ സ്വഭാവത്തിൽ അതിനെ കണ്ടില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഈ ഗർഭിണിയായിരുന്ന സമയത്ത് മർദ്ദനം വെക്കേണ്ടി വന്ന സാഹചര്യത്തെ അവർ അത്രയ്ക്ക് ഇപ്പോൾ ഈ കണ്ട ഗൗരവം കൊടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പിന്നീട് അത് ആവർത്തിക്കില്ലായിരുന്നു. പക്ഷെ അന്നത് ചെയ്തില്ല എന്നുള്ളതാണ് വീണ്ടും അത് ആവർത്തിക്കാൻ കാരണമായത്. ഇനിയിപ്പോൾ പ്രതി എവിടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സർക്കാർ പൂർണ്ണ സംരക്ഷണം ഒരുക്കി ആ യുവതിക്ക് പിന്നിൽ നിൽക്കുമ്പോൾ പോലും അങ്ങനെ മർദ്ദിച്ച ഒരാൾ കഴിഞ്ഞ 2 ദിവസമായി എവിടെയെന്നറിയാതെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ ദിവസം ഫോണിൽ പോലും ബന്ധപ്പെടാൻ പറ്റുന്ന ഒരാളാണ്. പോലീസിന് മാത്രം എന്തുകൊണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇന്നിപ്പോൾ ഒരു നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജാമ്യം കിട്ടുന്ന വകുപ്പുകളൊക്കെ അഭിഭാഷകർക്ക് മാത്രമായി പ്രത്യേക നിയമമോ സംഹിതകളോ ഒന്നും നിലവിലില്ല എന്നാണ് എൻ്റെ ഒരു ചെറിയ അറിവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഈ നിയമത്തെ സംരക്ഷിക്കേണ്ടവർ, നീതി നടപ്പാക്കേണ്ടവരുടെ ഭാഗത്തുനിന്ന് ഇത് ഉണ്ടാവുന്നത് എന്നതാണ്. അവരുടെ കാര്യത്തിൽ മാത്രം കോടതിക്കുള്ളിലേക്ക് കയറാൻ പാടില്ല, മാധ്യമപ്രവർത്തകർക്ക് സമീപിക്കാൻ പാടില്ല, പോലീസിനകത്ത് കയറി അറസ്റ്റ് ചെയ്യാൻ പാടില്ല, അവർ മാത്രം തെറ്റ് ചെയ്താൽ ഒളിഞ്ഞിരിക്കും. അങ്ങനെ നിലവിൽ അവർക്ക് മാത്രമായി പ്രത്യേക അവകാശങ്ങൾ ഉള്ളതുപോലെയുള്ള പെരുമാറ്റമാണ് ഈ അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് പൊതുവെ ഉണ്ടാകുന്നത്. ഇപ്പോഴിതാ ബെയിലിൻ ദാസിന്റെ ഭാഗത്തു നിന്നും, അല്ലേ?
അതുതന്നെയാണ് ഹൈക്കോടതിയിലേക്ക് പോയി ഹൈക്കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിട്ട് അതിലൊരു തീരുമാനം വരെ കാക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ഒരു തീരുമാനം എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വൈകിപ്പിക്കേണ്ട കാര്യമില്ല. അത് ബെയിലിൻദാസിന്റെ ഭാഗത്തു നിന്നും അധികം വൈകാതെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പറയുന്ന വളരെ ചെറിയ വകുപ്പുകൾ എന്ന് പറയുമ്പോൾ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ്. പരമാവധി പോയാൽ 5 വർഷം ശിക്ഷയും, പരമാവധിയാണ് 1 വർഷം മുതൽ 5 വർഷം വരെ ശിക്ഷയൊക്കെ ലഭിക്കാവുന്ന വകുപ്പുകളിൽ ചുരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ പറയുന്ന യുവതി പരാതി നൽകുന്ന സമയത്ത് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ ഇവർക്ക് തെളിവ് ശേഖരിക്കേണ്ട അവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ മാത്രം മതിയായിരുന്നു. കൃത്യമായ തെളിവ് ആ മുഖത്തുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും പോലീസിന്റെ നടപടി ഉണ്ടായില്ല. അപ്പോൾ ഒരു ജാമ്യാപേക്ഷയൊക്കെ നൽകി അതിൽ തീരുമാനം വരും വരെ കാക്കാനുള്ള ഒരു നിലപാടാണോ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന് സ്വാഭാവികമായ സംശയം ഉയരുന്നുണ്ട്. ഇന്നിപ്പോൾ എന്തായാലും ഹൈക്കോടതിയിലേക്ക് ഈ പ്രതി പോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിലൊരു തീരുമാനം ഉണ്ടായിട്ടാകാം ബാക്കി നടപടികളെന്നായിരിക്കും ഒരുപക്ഷെ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും സർക്കാരിന് പൂർണ്ണ പിന്തുണയുണ്ട് എന്ന് പി രാജീവ് ഇന്നലെ ഇവിടെ എത്തി പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ ഭരിക്കുന്ന പാർട്ടിയുടെ അഭിഭാഷക സംഘടന, അതോടൊപ്പം തന്നെ ഭരിക്കുന്ന പാർട്ടിയുടെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്ന് പറയുന്ന വനിതാ സംഘടന, ഇവരെല്ലാവരും അവിടെ എത്തി ഈ യുവതിക്ക് പിന്തുണ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും മർദ്ദിച്ച ആളെ പിടികൂടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് നമ്മുടെ സംവിധാനം പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ആ പിന്തുണയിലൂടെ നീതി നടപ്പാക്കുകയാണ് വേണ്ടത്.